എനിക്കെന്തായാലും പ്രതീക്ഷയുണ്ട്. കാര്യം ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മലയാളത്തിൽ നിന്ന് ഒരു ബാഹുബലി പിറക്കാൻ പോവുകയാണ്. 100%. മലയാളത്തിലെ അടുത്ത ബാഹുബലി പ്രഭാസ് എന്നൊരു രീതിക്ക് എനിക്ക് ലാലേട്ടനെ കാണാൻ സാധിച്ചു. അത് നല്ലൊരു ഡയറക്ടറിന്റെ കയ്യിലാണ് കിട്ടിയത് ലാലേട്ടനെ. അതുകൊണ്ട് അത് നല്ലതായി. ഇപ്പൊ ലിജോയുടെ അടുത്ത പടം ഇറങ്ങാൻ പോവല്ലേ, ഈ വരുന്ന 25-നോ അല്ല 25-ന് ഇറങ്ങാൻ പോവാ. തീർച്ചയായും ഹേറ്റേഴ്സിന് അതൊരു നെഗറ്റീവ് ആവും. ലാലേട്ടനെ ഇപ്പോ ഡയറക്ടേഴ്സ് വേണ്ട രീതിക്ക് ഉപയോഗിക്കുന്നില്ല. കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം അങ്ങനത്തെ ഡയറക്ടർമാരാണ് ലാലേട്ടനെ കൊണ്ടുപോയി സിനിമയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അടുത്തൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്തായാലും ഒടിയനായിട്ടും മരക്കാറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. എന്തായാലും മലയാള ചരിത്രം ഇതുവരെ കാണാത്ത ഒരു ബിഗ് ക്യാൻവാസിലായിരിക്കും എന്തായാലും സാധനം വരുന്നതെന്ന് 100% നമുക്ക് ഉറപ്പ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇത് ആൾക്കാരുടെ ഓവറായിട്ടുള്ള പ്രതീക്ഷകളാണ് ഇതേപോലെയുള്ള മലയാള സിനിമകൾ നശിപ്പിക്കുന്നത്. ശരിയല്ലേ? ഒടിയന് രാത്രി 12 മണിക്ക് ഷോ, ഹർത്താലായിട്ട് അന്ന് നടത്തിയ ആദ്യത്തെ പടമാണ് ഒടിയൻ. അറിയാമല്ലോ, കൊറോണ ടൈമിലാണോ? അല്ലല്ല, 2019 ഡിസംബറിൽ ഒരു ഹർത്താൽ ദിനമായിരുന്നു. എന്നിട്ട് പോലും ലാലേട്ടന് ഹർത്താൽ പോലും ബാധകമല്ലായിരുന്നു. അപ്പൊ അത്രയൊക്കെ ഹൈപ്പ് കൊടുത്ത ഓരോ പടങ്ങൾ ഇറക്കുന്നു. ഇത് ഫാൻസുകാരാണ് ഇതേപോലെ പൊക്കിക്കൊണ്ട് പോകുന്നത്. ഒരു വിവരവും ഇല്ലാത്ത കുറെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരുണ്ട്. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഈ ഫാൻസ് സത്യത്തിൽ ഓരോ നടന്മാരെ നശിപ്പിക്കുന്ന അവരുടെ ഫാൻസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഫാൻസ് ഇല്ലാത്ത എത്ര നടന്മാരുണ്ട്? അവരൊക്കെ സുഖമായി അന്തസ്സായി പടങ്ങൾ ചെയ്ത് പോകും. ഇത് വിജയിപ്പിക്കുന്നില്ലോ, ഫാൻസ് ഉണ്ടായിട്ടാണോ? കാന്താര എന്ന് പറഞ്ഞൊരു പടം കന്നഡയിൽ നിന്ന് കേരളത്തിൽ വന്ന് കൊയ്തുകൊണ്ട് പോയി. ഇരിക്കുന്ന ഒരു ഫാൻസ് അങ്ങനെ ഒരുത്തം ഉണ്ടെന്നുള്ളതേ ഈ പടം വന്നപ്പോൾ തന്നെ നമ്മൾ തന്നെ അറിയാം. ഈ ഋഷഭ് ഷെട്ടിയാ വള്ളിയില്ലാത്ത നിക്കറ അങ്ങനെയൊക്കെ ഉള്ളവന്മാരെ ഒന്നും സത്യത്തിൽ നമുക്ക് മലയാള ഇൻഡസ്ട്രിയിൽ ആവശ്യമില്ല. മലയാള ഇൻഡസ്ട്രിക്ക് ആവശ്യം മോഹൻലാല്, മമ്മൂട്ടി, പൃഥ്വിരാജ്, ദിലീപ് ഇവരെയാണ്. അല്ലാതെ അന്യഭാഷാ ചിത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഓടിക്കാൻ അന്ന് ഒരു കാര്യമില്ല. ഞാൻ സത്യത്തിൽ അന്ന് വിജയ് ബാബുവിന്റെ ഒരു ബൈറ്റ് കണ്ട് എനിക്ക് സത്യത്തിൽ നല്ല വിഷമം വന്നു. കാര്യം എന്ന് വെച്ചാൽ വിജയ് ബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം കണ്ടന്റ് സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ച് കണ്ടന്റ് സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആൾക്കാർ പുള്ളിയുടെ പടങ്ങൾ കാണുന്നില്ല. കൽബ് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ ചിത്രം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറങ്ങി, ആരും കാണുന്നില്ല. എന്താ ആൾക്കാരൊക്കെ വേണ്ട കണ്ടന്റ് സിനിമകൾ, ആൾക്കാരൊക്കെ വേണ്ട. ആൾക്കാരൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ കാന്താര, ടോബി, ഹനുമാൻ, ചക്ക മാങ്ങ എന്ന് പറയുന്ന പടങ്ങൾ മതി. അങ്ങനത്തെ പടങ്ങൾ മതി. സത്യത്തിൽ നമ്മുടെ മലയാളം കേരളത്തിലുള്ള ആൾക്കാർ സത്യത്തിൽ വിജയിപ്പിക്കേണ്ടത് മലയാള പടങ്ങളാണ്. മലയാള പടങ്ങൾ കേരളത്തിലുള്ള ആൾക്കാർ വിജയിപ്പിക്കാൻ നോക്കും. എന്തായാലും വാലിബൻ വൻ വിജയമായിരിക്കും. അത് എടുത്തൊക്കെ വെച്ചേക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അറിയാലോ. ഈ ഒരു സ്ഥാനത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ.